വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. അപ്പോൾ മക്കള് തമ്മിലെ കണ്ടിട്ട് സാർ ഫിസിക്സിനും കെമിസ്ട്രിക്കും ന്യൂമറിക്കൽസ് ഉണ്ട്, ഇതെന്താ ഇനി ബയോളജിയിലും സുവോളജിയിലും ന്യൂമറിക്കൽസ് എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നീറ്റ് പോലൊരു എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സുവോളജിയിൽ ന്യൂമറിക്കൽസ് പറയാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്റർ അല്ല, നമ്മളുടെ ടോപ്പിക് ഇതാണ്, ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മളുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിൾ എന്ന് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഭയങ്കര ഹോട്ട് ടോപ്പിക്കാണ്, നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ അഥവാ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇൻ ആൻ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ, ഒരു ഐസൊലേറ്റഡ് പോപ്പുലേഷനിൽ ജീൻ പൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? ഇനി വേറെ സ്റ്റേറ്റ്മെന്റ്, സം ടോട്ടൽ ഓഫ് ദ അലീലി ഫ്രീക്വൻസി ഈസ് 1. ഓക്കെ, ടോട്ടൽ അലീലി ഫ്രീക്വൻസി എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇതിന് ഇക്വേഷൻ ആക്കുമ്പോൾ എങ്ങനെ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. അപ്പോൾ വാട്ട് ഇസ് പി? പി എന്താടാ? പി നമ്മൾ പറയാറുണ്ട്, എന്ത് പറയും? ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ് അലീൽ. ഇതാണ് നമ്മൾ പറയുന്ന പി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്താ ക്യൂ? എന്താ മക്കളെ ക്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റെസിസീവ് അലീൽ. അപ്പോൾ നമ്മൾ ഭയങ്കര മാത്തമാറ്റിക്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതിനപ്പുറത്ത് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 അപ്പുറത്ത് എന്തെങ്കിലും സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എടുക്കും. ബൈനോമിയൽ എക്സ്പാൻഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും വാട്ട് ഈസ് പി സ്ക്വയർ? എന്താണ് പി സ്ക്വയർ എന്ന് ചോദിക്കും. ഓക്കെ, എന്താണ് പി സ്ക്വയർ? അപ്പോൾ നമ്മൾ പറയും പി സ്ക്വയർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനന്റ് ക്യാരക്ടർ. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ക്യൂ സ്ക്വയർ? ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റെസിസീവ് ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ചോദിക്കും വാട്ട് ഈസ് 2pq? 2pq എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ക്യാരക്ടർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് ഫോം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ പറയുക? അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് ജീനോടൈപ്പ്. ഇതെന്താണ്? ജീനോടൈപ്പ് ആണ്. ക്യാപിറ്റൽ ടി എന്ന് മാത്രം എഴുതിയാൽ നമ്മൾ എന്താ പറയുക? അലീൽ. സ്മോൾ ടി എന്ന് മാത്രം എഴുതിയാൽ എന്താ പറയുക? അലീൽ. ഓക്കെ, അലീൽ. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതിയാൽ എന്ത് പറയും? പിന്നെ നമ്മൾ എന്താ പറയുക? ജീനോടൈപ്പ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, രണ്ട് അലീൽസ് ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടി? ജീനോടൈപ്പ് കിട്ടി. രണ്ട് അലീൽസ് ചേർന്നാൽ നമുക്ക് ജീനോടൈപ്പ് കിട്ടും. ഇതൊരു അലീലാണ്, ഇത് വേറൊരു അലീലാണ്. ഓക്കെ, അപ്പോൾ രണ്ട് അലീൽ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? ജീനോടൈപ്പ് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഇതിനാണ് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പറയാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളതെന്ന് ചോദിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ മിക്കവാറും അലലിക് ഫ്രീക്വൻസി എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണോടാ? നമ്മൾ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഹോമോസൈഗസ് അല്ലെങ്കിൽ ഹെട്രോസൈഗസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര സിമ്പിൾ മാത്തമാറ്റിക്സ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ സാമ്പിൾഡ് സ്മോൾ എ പോപ്പുലേഷൻ. എന്താ പറഞ്ഞുള്ളത്? സ്മോൾ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ എ പോപ്പുലേഷൻ ഹാസ് 36% ഓഫ് ഹോമോസൈഗസ് റെസിസീവ് ജീനോടൈപ്പ്. അപ്പൊ ജീനോടൈപ്പ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നിട്ടുള്ളത് 36% പറയുന്നത് ഹോമോസൈഗസ് റെസിസീവ് ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസിയാണ്. ദെൻ ദ ഫ്രീക്വൻസി ഓഫ് അലീൽ സ്മോൾ എ. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? അലലിക് ഫ്രീക്വൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലലിക് ഫ്രീക്വൻസി ആണോ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? പി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പി അല്ല. ദെൻ അലലിക് ഫ്രീക്വൻസി സ്മോൾ എ എന്താ പറയുള്ളത്? ക്യൂ കാണണം. നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ക്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? ഹോമോസൈഗസ് റെസിസീവ് ജീനോടൈപ്പ് ആണ് തന്നിട്ടുള്ളത്. ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ക്യൂ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. എത്രയാ? 36%. ഓക്കെ, 36% എന്തുണ്ട്? ക്യൂ സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത്? എത്ര പെർസെൻറ്റേജ്? 0.36. നമ്മൾ പെർസെൻറ്റേജ് കളയുമ്പോൾ 0.36 കിട്ടും. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞുള്ളത് എന്താ? സിമ്പിള്. എന്താ? ക്യൂ ആണ് കാണാൻ പറഞ്ഞുള്ളത്. അപ്പോൾ ക്യൂ എത്രയായിരിക്കും?
0.6 ആണ്. 0.6 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജാ? 60%. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട ആരും പാനിക് ആവരുത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ വളരെ ബുദ്ധിപരമായിട്ട് എന്താ ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാനാണ് ഫസ്റ്റത്തെ ഡ്യൂട്ടി. ഓക്കെ അല്ലേ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ ഓക്കെ. നമ്മളിത് കണ്ട ആരും പാനിക് ആവരുത്. വലിയ ക്വസ്റ്റ്യൻ പോലെ തോന്നുന്നുണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ജീൻ ലോക്കസ് ഹാസ് 2 alleles, ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ എ. 2 അലീൽ ഉണ്ട്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ് അലീൽ എന്ന് പറഞ്ഞാൽ ഏതാ ലെറ്റർ? പി. ഓക്കെ, പി എന്ന് പറയുന്നത് എത്രയാടാ? 0.4 ആണ്. എന്നിട്ട് നമ്മളോട് പറയാണ് then the frequency of homozygous dominant, heterozygous and homozygous recessive individuals in the population. അതായത് നമ്മളോട് എന്തൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്? ഹോമോസൈഗസ് ഡോമിനന്റിന്റെ ഫ്രീക്വൻസി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പി സ്ക്വയർ നമ്മൾ കാണണം. പിന്നെ എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? ഹെട്രോസൈഗസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2pq എന്ന് പറയുന്നതാണ് എന്ത്? ഹെട്രോസൈഗസ്. pq അല്ല 2pq ആണ് എന്ത്? ഹെട്രോസൈഗസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ 2pq എന്ന് പറയുമ്പോൾ അത് കാണണം. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹോമോസൈഗസ് റെസസീവ്. ഓക്കെ, ഹോമോസൈഗസ് റെസസീവിന്റെ ഫ്രീക്വൻസി നമ്മൾ കാണണം. അപ്പൊ എന്തും കൂടി കാണണം? നമ്മൾ ക്യൂ സ്ക്വയർ കാണണം. ഓക്കെ, പി സ്ക്വയർ കാണണം, 2pq കാണണം, ക്യൂ സ്ക്വയർ കാണണം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പി സ്ക്വയർ അങ്ങ് തുടങ്ങാം. അപ്പൊ എന്താണ് പി സ്ക്വയർ? വളരെ ബുദ്ധി പ്രയോഗിക്കുന്നു വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. പി ഈക്വൽ ടു ഓക്കെ 0.4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ പി സ്ക്വയർ എന്ന് പറയുന്നത് 0.4ന്റെ സ്ക്വയർ 0.16. അപ്പോൾ പി സ്ക്വയർ എന്ന് പറയുന്നത് എന്താടാ? ഹോമോസൈഗസ് ഡോമിനന്റ് ക്യാരക്ടർ ആണ്. ഓക്കെ, ഹോമോസൈഗസ് ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് എത്ര? അതിന്റെ ഫ്രീക്വൻസി എത്ര? 0.16. അപ്പോൾ ക്യാപിറ്റൽ എ 0.16 തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓപ്ഷൻ ഡി അങ്ങനെയുള്ള ഓപ്ഷൻ അല്ല. അപ്പൊ അതെന്തല്ല? ആൻസർ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കാണണം ഇനി? നമുക്ക് 2pq കാണണം, ക്യൂ സ്ക്വയർ കാണണം. അപ്പൊ എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിലൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ? p + q = 1. p + q = 1 ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. p എന്ന് പറയുന്നത് എത്രയാടാ? 0.4 ആണ്. അതിനോട് q കിട്ടിയ q ആഡ് ചെയ്ത് എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ q എത്രയാന്ന് കിട്ടി? 0.6 ആന്ന് കിട്ടി. എത്ര കിട്ടി? 0.6 ആന്ന് കിട്ടി. അപ്പൊ നമ്മൾ എങ്ങനെ ക്യൂ സ്ക്വയർ കാണും? ക്യൂ സ്ക്വയർ = 0.6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.36. അപ്പൊ ക്യൂ സ്ക്വയർ എത്ര? 0.36. അപ്പൊ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കാം. ക്യൂ സ്ക്വയർ അതായത് സ്മോൾ എന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.36 വരുന്നു. അപ്പൊ എന്തല്ല? ഓപ്ഷൻ സി അല്ല. അപ്പോൾ എയോ ബി ആയിരിക്കും എന്ത്? ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത എന്ത് കാണണം? 2pq. ഓക്കെ, നമ്മളുടെ ഈ 2pq എന്ന് പറയുന്ന കുട്ടപ്പനെ കാണണം. ഓക്കെ, 2pq എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, 2 ഇൻറ്റു പി എത്ര? 0.4 ഇൻറ്റു ക്യൂ എന്ന് പറയുമ്പോൾ 0.6. ഇത് എത്രയാണ് വരാ? 0.48 ആണ് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി എന്തല്ല? കറക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു കിഡിലൻ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 360 out of 1000 individuals in a population have a genotype of capital A. ഓക്കെ, അതായത് 360 out of 1000 individuals. 360 out of 1000 individualസിന്റെ ഫ്രീക്വൻസി എത്രയാടാ? സോറി, അതിന്റെ ജീനോടൈപ്പ് എത്രയാണ്? ക്യാപിറ്റൽ എ ആണ്. ഓക്കെ അല്ലേ? 480ക്ക് എന്താണ്? ക്യാപിറ്റൽ എ സ്മോൾ എ ആണ്. ദ റെസ്റ്റ് 160 ബിലോങ്സ് ടു സ്മോൾ എ. ഫ്രീക്വൻസി ഓഫ് അലീൽ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് അലീൽ ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ ഏതാ ലെറ്റർ നമ്മൾ കാണേണ്ടത്? നമ്മൾ കാണണം ഏത് ലെറ്റർ? പി കാണണം. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ ഓൾറെഡി അവർ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതായത് നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? പി സ്ക്വയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 360 out of 1000 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഫ്രീക്വൻസി ആകുമ്പോൾ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 360/1000 എന്ന് പറയുമ്പോൾ എത്രയാടാ? 0.36. അപ്പൊ പറയാണ് പി സ്ക്വയർ 0.36 ആണ് മക്കളെ. അങ്ങനെയാണ് പി എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പി നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം എഴുതും. എന്ത്? 0.6 എന്ന് എഴുതും. അപ്പൊ ഓപ്ഷൻ നമ്പർ ബി ആണ്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യനിൽ കുറെ കാര്യങ്ങൾ തരും. ക്വസ്റ്റ്യനിൽ അതും ഇതും പലതും തരും. നമ്മൾ അതൊന്നും മൈൻഡ് ആക്കേണ്ട. നമുക്ക് ഒരേ ഒരു കാര്യം എന്താ? ക്വസ്റ്റ്യനിൽ എന്താ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത് അത് മാത്രം കണ്ടെത്തുക. ഓക്കെ, ബാക്കിയെല്ലാം നമ്മളൊന്നും ബാക്കിയുള്ളൊന്നും കാണണ്ട. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് വേറെ നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ കൂടി നോക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ എ പോപ്പുലേഷൻ ഓഫ് ഷീപ്പ് ടു ബി ഇൻ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഓക്കെ, കൺസിഡർ ചെയ്തു. ദ അലീൽ ഫോർ അലീൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അലീൽ ഫോർ ബ്ലാക്ക് വൂൾ സ്മോൾ w ഹാസ് ആൻ അലീൽ ഫ്രീക്വൻസി 0.81. അപ്പോൾ തന്നിട്ടുള്ള 0.81 എന്ന അലീൽ ഫ്രീക്വൻസി ഓഫ് റെസസീവ് ക്യാരക്ടറിൻ്റെ ആണ്.
അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? Q ഈക്വൽ ടു 0.81 ആണ്. വൈൽ ദ അലീൽ ഫോർ വൈറ്റ് വൂൾ എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആണ്. ഓക്കെ, ഇത് റെസിസീവ് ആണ്, സ്മോൾ w ആണ്, ഇത് ഡോമിനൻ്റ് ആണ്, ക്യാപിറ്റൽ W ആണ്. ക്യാപിറ്റൽ Wന്റെ അലീലി ഫ്രീക്വൻസി എന്ന് പറയുന്നത് P ആണ്. P എത്ര? 0.19 ആണ്. 0.19. Then the percentage of heterozygous individual in the population is എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളുടെ എന്താ കാണാൻ പറയുള്ളത്? ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽസിനാണ് കാണാൻ പറയുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെട്രോസൈഗസ് കേൾക്കുമ്പോൾ നമ്മൾ ആരെ പറ്റി ആലോചിക്കണം? 2pq പറ്റി ആലോചിക്കണം. എന്താണ് 2pq? 2 ഇൻറ്റു പി എത്ര? 0.81 ഇൻറ്റു 0.19. അപ്പോൾ എത്ര പെർസെൻറ്റേജാ? ഓക്കെ, ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് കിട്ടാ? 31% ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി, അതായത് 3 ആണ് എന്ത് ഓപ്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂമറിക്കൽസ് നമ്മളുടെ എന്തുണ്ട് സോളജിയിൽ ഒരു വട്ടം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം ടഫ് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് പറ്റുള്ളൂ? എഴുതാൻ പറ്റുള്ളൂ. ഇതെല്ലാം റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് സ്കിപ്പാക്കി എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതെല്ലാവരും പഠിക്കണം. ഓക്കെ, നമ്മൾ വലിയൊരു പോപ്പുലേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അവരായിട്ട് നമ്മൾ എത്തിപ്പിടിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നല്ലോണം വർക്കൗട്ട് ചെയ്യണം. എന്നാലേ നമ്മൾ നല്ല മെഡിക്കൽ കോളേജിലേക്ക് എത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.